വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം എഴുതുക. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്. വിദുഷി എന്നുള്ളതാണ് വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം. അടുത്ത ചോദ്യം 92. അശ്വത്ഥം എന്ന പദത്തിന് സമാനാർത്ഥമായി വരുന്ന പദമേത്? ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്, അരയാൽ. അരയാൽ എന്ന പദത്തിൻ്റെ സമാനാർത്ഥമുള്ള പദമാണ് അശ്വത്ഥം. അടുത്ത ചോദ്യം 93. ഒറ്റപ്പദം എഴുതുക. അറിയാനുള്ള ആഗ്രഹം. ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹത്തെ പറയുന്നത് ജിജ്ഞാസ എന്നാണ്. അടുത്ത ചോദ്യം 94. വിപരീത ശബ്ദം എഴുതുക എന്നുള്ളതാണ്. സ്വഗീയം. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി, പരഗീയം. അപ്പോൾ പരഗീയം എന്നുള്ളതാണ് സ്വഗീയത്തിൻ്റെ വിപരീത പദം. അടുത്തത് 95. പിരിച്ചെഴുതുക. പടക്കളം എന്നുള്ളതിൻ്റെ പിരിച്ചെഴുതിയാൽ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്, പട പ്ലസ് കളം. പട പ്ലസ് കളം, പടക്കളം. ഓക്കെ. അടുത്ത ചോദ്യം 96. ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം ഏത്? ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഭീഷണിപ്പെടുത്തുക. അടുത്ത ചോദ്യം 97. ശരിയായ വാക്യം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബി. ഗത്യന്തരമില്ലാതെയായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് ശരി. മറ്റുള്ളതിലൊക്കെ ഒരേ അർത്ഥമുള്ള ചില വാക്കുകൾ ആവർത്തിച്ച് വരുന്നുണ്ട്. അടുത്ത ചോദ്യം 98. ചേർത്തെഴുതുക. നൽ പ്ലസ് നൂൽ. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്, നന്നൂൽ എന്നുള്ളതാണ് ശരി. അടുത്ത ചോദ്യം മാവ് എന്ന പദത്തിൻ്റെ പര്യായ ശബ്ദം അല്ലാത്തത് ഏത്? ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്, വരകം. അപ്പോൾ ചൂതം, ആമ്രം, രസാലം ഇത് മൂന്നും മാവിൻ്റെ പര്യായമാണ്. വരകം എന്നുള്ളത് മാവിൻ്റെ പര്യായമല്ല. ഇത് ഇവിടെ ഉത്തരമായി വരുന്നത് വരകം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം ശരിയായ പദം കണ്ടെത്തുക എന്നുള്ളതാണ്. കവയിത്രി, അതായത് ഓപ്ഷൻ ഡി, കവയിത്രി എന്നുള്ളതാണ് ശരിയായ പദം. ഓക്കെ.